ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ മറ്റൊരു റെക്കോർഡ് സ്വന്തമാക്കി വിരാട് കോഹ്ലി. IPL-ൽ ഒരു ടീമിനെതിരെ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരമാണിപ്പോൾ കോഹ്ലി. ചെന്നൈക്കെതിരെ 36-ാം മത്സരത്തിനിറങ്ങിയ കോഹ്ലിക്ക് ആകെ 1174 റൺസായി. 18 പന്തിൽ 28 റൺസാണ് കോഹ്ലി മത്സരത്തിൽ നേടിയത്. കൊൽക്കത്തയ്ക്കെതിരെ 36 കളിയിൽ 1261 റൺസ് നേടിയ മുംബൈ ഇന്ത്യൻസ് താരം രോഹിത് ശർമ്മയുടെ റെക്കോർഡാണ് കോഹ്ലി മറികടന്നത്. ചെന്നൈക്കെതിരെ 16 റൺസ് നേടിയപ്പോഴാണ് കോഹ്ലി രോഹിത്തിനെ പിന്നിലാക്കിയത്. IPL-ൽ 8 സെഞ്ചുറികൾ കോഹ്ലിയുടെ പേരിലുണ്ടെങ്കിലും ചെന്നൈക്കെതിരെ ഇതുവരെ 3 അക്കം കടക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. സൺറൈസേഴ്സിനെതിരായ ആദ്യ മത്സരത്തിൽ 38 പന്തിൽ 69 റൺസുമായി കോഹ്ലി മിന്നും ഫോമിലായിരുന്നു. ഇറാനിലെ യുദ്ധ സാഹചര്യത്തെ തുടർന്ന് 2026-ലെ ഫോർമുല 1 സീസണിലെ 2 പ്രധാന മത്സരങ്ങൾ റദ്ദാക്കി. ഏപ്രിൽ 12-ന് നടക്കേണ്ടിയിരുന്ന ബഹ്റൈൻ ഗ്രാൻഡ് പ്രിയും ഏപ്രിൽ 19-ലെ സൗദി അറേബ്യൻ ഗ്രാൻഡ് പ്രിയുമാണ് ഒഴിവാക്കിയത്. മേഖലയിലെ സുരക്ഷാ ആശങ്കകൾ മുൻനിർത്തിയാണ് അധികൃതരുടെ ഈ നിർണായക തീരുമാനം. സീസണിലെ ആദ്യ 3 മത്സരങ്ങൾ പൂർത്തിയായതിനു പിന്നാലെയാണ് ഈ അപ്രതീക്ഷിത ഇടവേള വരുന്നത്. കിമി ആന്റണലി വിജയിച്ച ജപ്പാൻ ഗ്രാൻഡ് പ്രിക്ക് ശേഷം ഇനി 5 ആഴ്ചത്തെ കാത്തിരിപ്പാണ് ആരാധകർക്ക് മുന്നിലുള്ളത്. ഇതോടെ ഏപ്രിൽ മാസം റേസിംഗ് ട്രാക്കുകൾ നിശബ്ദമാകും. പകരം മത്സരങ്ങൾ ക്രമീകരിക്കാൻ നിലവിൽ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉള്ളതിനാൽ പോയിന്റ് പട്ടികയിലും ഇത് വലിയ മാറ്റങ്ങൾ വരുത്തിയേക്കാം. അടുത്ത മത്സരം മെയ് 1 മുതൽ 3 വരെ മിയാമിയിൽ നടക്കും. സീസൺ അവസാനത്തിൽ ഖത്തറിലും അബുദാബിയിലും നടക്കേണ്ട മത്സരങ്ങൾ നിലവിലെ ഷെഡ്യൂൾ പ്രകാരം തന്നെ നടക്കുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ വമ്പൻ ആരാധക കൂട്ടമായ മഞ്ഞപ്പട കേരള ബ്ലാസ്റ്റേഴ്സിനെ കൈവിടുന്നു. 2026 സീസണിലെ ടീമിന്റെ ദയനീയ പ്രകടനത്തിൽ പ്രതിഷേധിച്ചാണ് ഹോം മത്സരങ്ങൾ ബഹിഷ്കരിക്കാൻ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഫാൻ ഗ്രൂപ്പുകളിലൊന്നായ മഞ്ഞപ്പട തീരുമാനിച്ചത്. ബോയ്ക്കോട്ട് ബിഗിൻസ് നൗ എന്ന ഹാഷ്ടാഗോടെ സോഷ്യൽ മീഡിയയിലൂടെയാണ് അവർ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയത്. ഈ സീസണിൽ കളിച്ച 8 മത്സരങ്ങളിൽ 6-ലും തോറ്റ ബ്ലാസ്റ്റേഴ്സ് ഒരെണ്ണത്തിൽ മാത്രമാണ് സമനില പിടിച്ചത്. നിലവിൽ 14 ടീമുകളുള്ള ലീഗ് പട്ടികയിൽ 13-ാം സ്ഥാനത്താണ് ക്ലബ്. അടുത്തിടെ കൊച്ചിയിൽ നടന്ന ഏഷ്യൻ കപ്പ് യോഗ്യതാ മത്സരത്തിൽ ഇന്ത്യൻ ടീമിന് ആവേശകരമായ പിന്തുണ നൽകിയതിന് പിന്നാലെയാണ് ബ്ലാസ്റ്റേഴ്സിനെതിരെയുള്ള ഈ കടുത്ത തീരുമാനമെന്നതും ശ്രദ്ധേയമാണ്. തങ്ങളുടെ വികാരങ്ങളെ മാനിക്കാത്ത മാനേജ്മെന്റ് നിലപാടിൽ പ്രതിഷേധിച്ചാണ് ഈ തീരുമാനമെന്ന് മഞ്ഞപ്പട പ്രസ്താവനയിൽ പറഞ്ഞു. ഞങ്ങളുടെ അഭാവം ഒരു ശക്തമായ സന്ദേശമാണ്. ഈ സാഹചര്യം അംഗീകരിക്കാനാവില്ല എന്നും അവർ വ്യക്തമാക്കി. ബഹിഷ്കരണ ആഹ്വാനത്തിന് ശേഷം നടന്ന SC ഡൽഹിക്കെതിരെയുള്ള എവേ മത്സരത്തിലും ബ്ലാസ്റ്റേഴ്സ് 0-2-ന് പരാജയപ്പെട്ടിരുന്നു. വരാനിരിക്കുന്ന നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ്, ജംഷഡ്പൂർ FC, ഒഡീഷ എന്നീ ക്ലബ്ബുകളോടൊപ്പമുള്ള ഹോം മത്സരങ്ങളിൽ മഞ്ഞപ്പടയുടെ അഭാവം ക്ലബിനെ സാരമായി ബാധിക്കുമെന്നുറപ്പാണ്.